ഹലോ എവരിവൺ, ദിസ് ഇസ് ബേസിൽ. വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന പാറ്റേൺ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് എങ്ങനെയാണ് നമ്മളുടെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് എഴുതേണ്ടത് എന്നുള്ള പാറ്റേൺ ആണ്. അതിന് നമ്മൾ ഒരു മെത്തേഡ് കൂടി പഠിച്ചു തന്നിരുന്നു, റൂട്ട് വേർഡ് എന്ന് പറയുന്ന മെത്തേഡ്. അതായത് റൂട്ട് വേർഡുകളുമായി ബന്ധപ്പെട്ട് ഓപ്ഷൻസിൽ നിന്ന് പിക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ്. അപ്പം നമുക്ക് പഠിച്ചുകൊണ്ടിരുന്ന റൂട്ട് വേർഡ് ഏതായിരുന്നു? ഓർമ്മയുണ്ടായിരിക്കും നിങ്ങൾക്ക്. ഫോബിയ എന്ന് പറയുന്ന പാറ്റേൺ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, ആണല്ലോ. ലാസ്റ്റ് നമ്മൾ പഠിച്ച വേർഡ് അഗോറ ഫോബിയ എന്ന് പറയുന്നത് ഓപ്പൺ സ്പേസുമായി ബന്ധപ്പെട്ടാണ്. എഗോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണക്ട് ചെയ്ത് തന്നിരുന്നു. സോ എഗോ മീൻസ് മാർക്കറ്റ് എന്ന് പറയുന്ന പാറ്റേണിൽ കണക്ട് ചെയ്ത പാറ്റേൺ ആണ്. ഫോബിയ മീൻസ് ഫിയർ. ഫിയറിനെ എപ്പോഴും നമ്മൾ വിളിക്കുന്ന ഫോബിയാണ്. അത് എന്ത് ഫോബിയ ആയിക്കോട്ടെ, ദെൻ ഫോബിയ മീൻസ് ഫിയർ. എന്തിനോടുള്ള പേടിയെ നമ്മൾ വിളിക്കുന്ന പേര് ഫിയർ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഫോബിയാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് അങ്ങനെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. സോ ഫിയർ ഓഫ് ഡെത്ത് ആണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ഫിയർ ഓഫ് ഡെത്ത്. സി താനാത്തോഫോബിയ എന്ന് പറയുന്ന ഒന്നാണ് എന്ത്? ഫിയർ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ മരണത്തെ പേടിയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് വിചാരിക്കുന്നത്? താനാത്തോഫോബിയ എന്ന് പറയുന്ന പാറ്റേൺ. എങ്ങനെ നമുക്ക് ഓർക്കാം? സി ഇങ്ങനെ ഓർത്താൽ മതി. അതായത് താനാത്തോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് എന്ന് പറയുന്ന പാറ്റേണിലെ റൂട്ട് വേർഡ് ആണ്. ഇങ്ങനെ നമുക്ക് ഓർത്താൽ മതി. അതായത് നമ്മളുടെ തോർ ആണല്ലോ, നമ്മളുടെ ഈ എക്സ്മെൻ സീരീസിൽ അല്ലെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്കയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സീരീസ് കാണുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാറ്റേണാണ് താനോസ് എന്ന് പറയുന്ന പാറ്റേൺ. അപ്പോൾ താനോസ് എന്ന് പറയുന്ന പാറ്റേൺ, താനോസ് കൊല്ലുകയാണ് എല്ലാവരെയും എന്നുള്ള കാര്യം ഓർക്കുക. താനോസ് എല്ലാവരെയും കൊല്ലുകയാണ്, ആണല്ലോ. നമ്മുടെ സീരീസിൽ നിന്ന് നമ്മൾ പഠിച്ചാണ് താനോസ് എല്ലാവരെയും കൊല്ലാൻ വന്നേക്കാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ താനോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണവുമായി ബന്ധപ്പെട്ട പാൻ ഒറ്റയ്ക്കാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി, നിങ്ങൾ സീരീസ് ഒന്നും കാണത്തില്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്ന മരണമാണ്. ആരും നമ്മുടെ കൂടെ കാണില്ല. അത്രയും നാൾ നമുക്ക് കൂട്ടുകാരുണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു, നാട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ മരണത്തിലേക്ക് പോകുമ്പം മരണം മാത്രം നമ്മളുടെ കൂടെ. നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ട ആളായാലും നിങ്ങളൊന്ന് വിളിച്ചു നോക്ക്, നമുക്ക് മരണത്തിന് ഒരുമിച്ച് പോകാം, നമുക്ക് ഒരുമിച്ച് മരിക്കാം എന്ന് പറയുമ്പോൾ മരണം ഒരുമിച്ച് വേണ്ട, താൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന പാറ്റേൺ ആണ് എന്ത്? മരണം എന്ന് പറയുന്നത്, ആണല്ലോ. അപ്പോൾ താൻ മാത്രം നിൽക്കുന്ന ഒന്നാണ് മരണം എന്നുള്ള തിരിച്ചറിവാണ് നമ്മൾ മാത്രമേ മരിക്കുമ്പോൾ കള്ളുള്ളൂ. അപ്പോൾ താനെന്ന് വെച്ചാൽ മരണമാണ്, ആണല്ലോ. അപ്പോൾ താനാത്തോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിനോടുള്ള ഭയമാണ്. മരണത്തിന് നമുക്ക് താൻ മാത്രമേ ഉണ്ടാവൂ, ഞാൻ മാത്രമേ മരണത്തിൽ കാണൂ എന്നുള്ള ചിന്തയിൽ നിന്ന് നമുക്ക് താൻ എന്ന് പറയുന്ന പാറ്റേൺ കിട്ടും. അപ്പോൾ താനാത്തോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണവുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റാണ് എന്നുള്ള കാര്യം കിട്ടും. മരണവുമായി ബന്ധപ്പെട്ടാണ് താനാഫോബിയ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. നമ്മളുടെ അടുത്ത വാക്ക് ഫിയർ ഓഫ് ഫയർ. ഫിയർ ഓഫ് ഫയർ എന്ന് വെച്ചാൽ പൈറോഫോബിയ. പൈറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പൈറോ എന്ന് പറഞ്ഞാൽ ഫയറായി ബന്ധപ്പെട്ടിരിക്കുന്നു. സോ ഫിയർ ഓഫ് ഫയർ മീൻസ് പൈറോഫോബിയ. അപ്പോൾ പൈറോഫോബിയ എന്ന് പറഞ്ഞാൽ ഫയറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പാറ്റേൺ ആണ്. ഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ആണെന്ന് പറഞ്ഞു. ഫിയർ ഓഫ് ഫയർ, പൈറോഫോബിയ. സോ പൈറോ ഫയർ ഡണ്ണാണ്. പൈറോ ഫയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് തെറ്റില്ല. പൈറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ ആണ് എന്നുള്ള പാറ്റേൺ കിട്ടിയല്ലോ. എങ്ങനെ ഓർത്തിരിക്കും? പൈറോഫോബിയ എന്ന് പറഞ്ഞാൽ ഫയറും പൈറോയും ഏറെക്കുറെ ഒരേപോലെ പാറ്റേണിലാണ് നിൽക്കുന്നത്. പൈറോയും ഫയറും, ഫയർ പൈറോ, പൈറോ ഫയറോ, പൈറോ ഫയർ ഒരുമിച്ച് കിട്ടും. ഓപ്ഷൻസിൽ നിന്ന് എനിക്ക് കിട്ടാൻ വലിയ പാടൊന്നുമില്ലല്ലോ. സോ പൈറോ ഫയർ എന്നുള്ള സാധനം ഒരുമിച്ച് നമുക്ക് പാറ്റേണിൽ ഒരേ സിലബിളിൽ ഒരേ സൗണ്ടിൽ പോകുന്ന ഒന്നാണ് ഫയർ പൈറോ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. സോ പൈറോ ഫയർ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമുക്ക് കിട്ടും. ഫിയർ ഫയർ മീൻസ് പൈറോഫോബിയ. പൈറോഫോബിയ എന്ന് പറഞ്ഞാൽ ഫയറുമായിട്ട് ബന്ധപ്പെട്ട ഫിയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൈറോഫോബിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പൈറോഫോബിയ മീൻസ് ഫിയർ ഓഫ് ഫയർ. ഫയറിൻ്റെ പേടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൈറോഫോബിയ. പൈറോ എന്ന് വെച്ചാൽ ഫയർ ആണ്. ഫോബിയ ദാറ്റ് വി ഓൾറെഡി സെഡ് ദാറ്റ് ഇറ്റ്സ് ഫിയർ. ഫിയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോബിയ എന്നുള്ള പാറ്റേൺ നമ്മൾ പറഞ്ഞു, ആണല്ലോ. സോ നെക്സ്റ്റ്, ഫിയർ ഓഫ് ആനിമൽസ്. Do I want to teach this that fear of animals means zoophobia? Zoophobia ആണ് ആനിമൽസിനോടുള്ള പേടി എന്നുള്ള കാര്യം പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? നമ്മൾ സാധാരണഗതിയിൽ ഇപ്പം നിങ്ങൾ തൃശ്ശൂർ, തിരുവനന്തപുരം, പിന്നെ എവിടെയൊക്കെ ഉണ്ട് മൃഗശാല എന്ന് എനിക്ക് അറിയില്ല. മൃഗശാല പോകും നമ്മൾ, ആണല്ലോ. നമ്മൾ മൃഗശാലയിൽ പോവുകയാണ് എന്നാണ് കൂട്ടുകാരോട് പറയുന്നത്. നമ്മൾ എന്ത് പറയും? നമ്മൾ സൂവിൽ പോവുകയാണ് എന്നുള്ള പാറ്റേൺ ആണ്. സൂവിലാണ് എന്ത് പോകുന്നത്? സൂവിൽ പോവുകയാണ് എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ +1 പഠിക്കുന്നതാണ്, സയൻസ് എടുത്ത് പഠിച്ച പിള്ളേർക്ക് അറിയാമായിരിക്കും. എന്താ പഠിക്കുന്നത്? സുവോളജി. സുവോളജി എന്ന് പറഞ്ഞ പാറ്റേൺ ഉണ്ട്. സൂ മീൻസ് സംതിങ് ദാറ്റ് ഈസ് ആനിമൽ. ആനിമൽസുമായി ബന്ധപ്പെട്ട പാറ്റേണെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സുവോളജി എന്ന് പറയുന്ന പാറ്റേൺ, ആണല്ലോ. ലജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡിയാണ് എന്ന് നമുക്കറിയാം. അഗെയിൻ കംസ് എ റൂട്ട് വേർഡ്. സി ലജി. ലജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് സംതിങ്, എന്തോ ഒന്നിന്റെ സ്റ്റഡിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലജി എന്ന് പറയുന്നത്. അപ്പോൾ സൂ മീൻസ് വാട്ട്? സൂ മീൻസ് animals.
So zoo means animal. So zoophobia means phobia that we already said that phobia means what? Fear എന്നുള്ളത്. So zoophobia means fear of animals. Fear of animalsനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? Zoophobia എന്ന് പറയുന്നത്. See, നമ്മൾ കഴിഞ്ഞ പാറ്റേണിൽ ഇവിടെ കണക്ട് ചെയ്ത ഒരു പാറ്റേൺ ആയിരുന്നു നോക്ക്. ഫോബിയാസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിന് മുമ്പ് നമ്മളുടെ പാറ്റേണിൽ നമ്മൾ യൂസ് ചെയ്ത പാറ്റേൺസ് ആയിരുന്നു. വൺ ഹൂ ഹേറ്റ് വിമൻ ഹെയ്റ്റ് ചെയ്യുന്ന ആള് മീസോഗൈനിസ് എന്ന് പറഞ്ഞു. ഞാൻ പറയാണ്, പെൺകുട്ടികളെ ഇഷ്ടമല്ലാത്ത ആൾക്കാരെ അല്ലെങ്കിൽ നമ്മളുടെ ഹെയ്റ്റ് ചെയ്യുന്നതിനാണ് മീസോഗൈനിസ് എന്ന് പറഞ്ഞാൽ. ഫിയർ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എനിക്ക് സ്ത്രീകളെ പേടിയുള്ള ആൾക്കാരെ നമുക്ക് എന്താ വിളിക്കാൻ പറ്റും? അല്ലെങ്കിൽ ഡിസ്ലൈക്ക് എന്നൊക്കെ പറയുന്ന പാറ്റേണിൽ നമ്മൾ വിളിക്കുന്ന പാറ്റേൺ ആണ് ഫോബിയ ദാറ്റ് വി ഓൾറെഡി സ്റ്റഡി ദാറ്റ്. സോ ഗൈൻ ദാറ്റ് വി ഓൾറെഡി കണ്ടത് ഗൈനോഫോബിയ. സോ ഗൈനോഫോബിയ മീൻസ് എ പേഴ്സൺ ഹു ഫിയേഴ്സ് ഓർ സ്കെയർസ് ഓഫ് എ വുമൺ ഓർ ഹു ഡിസ്ലൈക്ക് എ വുമൻ. വുമനെ ഇഷ്ടമല്ലാത്ത സ്കെയർ ചെയ്യുന്ന പാറ്റേൺ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഗൈനോഫോബിയ. സോ ഗൈൻ മീൻസ് ദാറ്റ് ഫ്രം ദ വേർഡ് ദാറ്റ് ഗൈനക്കോളജിസ്റ്റ് വി ഓൾറെഡി സ്റ്റഡി ദാറ്റ് ഗൈൻ മീൻസ് വാട്ട്? It is related with women. So this is that connecting or root word studying method. That zoo that we already studied, that zoo means what? Zoo means animals. Zoo എന്ന് പറഞ്ഞാൽ animals ആണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. So zoophobia, you can easily connect that pattern. So zoophobia means fear of animals. Animalsനെ പേടിക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് zoophobia എന്ന് പറഞ്ഞാൽ. ലജി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിത്താണ് എന്ന് പറഞ്ഞു. So ലജി, zoology means study of animals. ആനിമൽസിനെ കുറിച്ചുള്ള പഠിത്തത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഈ പറയുന്ന പാറ്റേൺ. ജിയോ മീൻസ് വാട്ട്? എർത്ത്. സോ എർത്തിനെ കുറിച്ച് പഠിക്കുന്ന പാറ്റേൺ ജിയോളജി. സോ ലജി മീൻസ് അഗെയിൻ കംസ് ദാറ്റ് ഇറ്റ്സ് സ്റ്റഡി. ദിസ് ഇസ് ദ പാറ്റേൺ. വാൾ. സോ ഫിയർ ഓഫ് ബ്ലഡ്, വി ആർ മൂവിങ് ടു ഫിയർ ഓഫ് ബ്ലഡ്. സി ഫിയർ ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഹീമോഫോബിയ ആണ്. ഹൗ കൻ വി സ്റ്റഡി ദാറ്റ് ഹീമോഫോബിയ മീൻസ് ഫിയർ ഓഫ് ബ്ലഡ്? They may ask questions like this, that fear of blood is called what, and they may give options like that. So you can know that phobia means fear. തന്നിരിക്കുന്ന ഓപ്ഷൻസിലെല്ലാം ഫോബിയ ആണ് ഓപ്ഷൻസിൽ വരുന്നത് എന്ന് വിചാരിക്കാം. അപ്പം ബ്ലഡുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഹീമോഫോബിയ കണക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. അതായത് ബ്ലഡിനെ പേടിയുള്ള ആൾക്കാരെ നമ്മൾ എന്തോ, ചില ആൾക്കാരാണ് ബ്ലഡ് കണ്ടു കഴിയുമ്പോൾ തലയങ്ങ് ഇറങ്ങി വരും. ഓ മൈ ഗോഡ്, എങ്ങനെ തല ഇറങ്ങി വരും. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്തായിരിക്കും വിളിക്കുന്നത്? അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീമോഫോബിയ എന്നുള്ളത്. എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും? നമുക്കറിയാം നമ്മുടെ ബ്ലഡിൻ്റെ കളർ എന്താണ്? നമ്മുടെ ബ്ലഡിൻ്റെ കളർ എന്താ? റെഡാണ് ആണല്ലോ. എന്തുകൊണ്ടാണ് ബ്ലഡിന് റെഡ് കളർ ഉണ്ടായിരിക്കുന്നത്? നമ്മുടെ ബ്ലഡിന് റെഡ് കളർ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിനകത്ത് ഹീമോഗ്ലോബിൻ്റെ കോണ്ടന്റ് കൂടുതലായതുകൊണ്ടാണ് എന്ത്? ബ്ലഡിന് ഈ റെഡ് കളർ കിട്ടുന്നത്. അപ്പോൾ ബ്ലഡുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പാറ്റേൺ. ഇത് നമ്മൾ ഓൾറെഡി സയൻസിൽ പഠിക്കുന്നതാണ്. നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് എന്ത്? ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡുമായി ബന്ധപ്പെട്ട പാറ്റേൺ ആണ് എന്നുള്ള കാര്യം നമുക്ക് കിട്ടും ആണല്ലോ. അപ്പോൾ ഫിയർ ഓഫ് ബ്ലഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? ഹീമോഫോബിയ. ബ്ലഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫിയറിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഹീമോഫോബിയ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമുക്ക് അവിടെ പാറ്റേൺ കിട്ടും. അപ്പോൾ ഫിയർ ഓഫ് ബ്ലഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീമോഫോബിയ എന്ന് പറയുന്ന പാറ്റേൺ. അപ്പോൾ ഹീമോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ബ്ലഡ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. സോ റൂട്ട് വേർഡ്സിൽ ഹീമോ മീൻസ് ബ്ലഡ്, ഫോബിയ മീൻസ് ഫിയർ. ഫിയർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമുക്ക് അവിടെ പാറ്റേൺ കിട്ടും. വെൽ, സോ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രസി എന്ന് പറയുന്ന സിസ്റ്റവുമായി ബന്ധപ്പെട്ട പാറ്റേൺ ആണ്. ക്രസിയുമായി ബന്ധപ്പെട്ട പാറ്റേണുകളൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നമ്മളെപ്പോഴും ഒരു കാര്യം പഠിക്കുന്നത് എങ്ങനെയാണ്? നമ്മളെങ്ങനെയാണ് പഠിക്കുന്നത്? നമ്മൾ പഠിക്കുന്ന പാറ്റേൺ നമുക്ക് പരിചയമുള്ള ക്രസിയിലേക്ക് പോകാം. ഓക്കെ, നിങ്ങൾക്ക് പരിചയമുള്ള എന്താ? ക്രസി എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിചയമുള്ള എന്താണെന്ന് സാധനം കിട്ടും. ഇപ്പോഴേ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിക്കാണും ആണല്ലോ. ക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനെയാണ് അല്ലെങ്കിൽ റൂളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. ഒരു ഭരണത്തെ, ഒരു ഭരണകൂടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രസി എന്ന് പറയുന്ന റൂട്ട് വേർഡ്. ഒറ്റയ്ക്ക് നിൽക്കില്ല, ഒരുമിച്ച് നിൽക്കുമ്പോൾ ടുഗദറായിട്ട് നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ എന്ത്? ഒരു ഗവൺമെൻറ്റിൻ്റെ റൂളിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രസി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നമ്മൾ ഇന്ത്യയിലേക്ക് പോവാം. ഇന്ത്യ എന്ത് തരം രാജ്യമാണ്? ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അതായത് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന ഗവൺമെൻറ് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയെ ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഡെമോക്രസിയാണ്. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് എന്നുള്ള കാര്യം എടുക്കുക. അപ്പോൾ ഡെമോക്രസിയാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഡെമോക്രസിയാണ്. ഇനി സെറ്റാണല്ലോ, ഡെമോക്രസിയാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്ന സിസ്റ്റം. ഡീലാണ്. നമുക്ക് നോക്കാം. ഡെമോക്രസി കാരണം ഗവൺമെന്റ് ബൈ ദ പീപ്പിൾ. നിങ്ങൾക്ക് പരിചയമുള്ള സാധനം തന്നെ. അപ്പോൾ ഡെമോ എന്ന് പറഞ്ഞാൽ എന്താ? ഡെമോ എന്ന് പറഞ്ഞാൽ പീപ്പിളായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. അപ്പോൾ ക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ക്രസി മീൻസ് ഇറ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് മീൻ ഇറ്റ് ഈസ് എ ഗവൺമെന്റ്. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു സിസ്റ്റത്തെ, ഒരു ഭരണകൂടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രസി എന്ന് പറയുന്നത്. ഡെമോ മീൻസ് പീപ്പിൾ, പീപ്പിളുമായി ബന്ധപ്പെട്ടതാണ് ഡെമോ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരു കണക്ഷൻ ചെയ്യുവാണേ, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഡെമോഫോബിയ, വാട്ട് ഡു യു മീൻ ബൈ ഡെമോഫോബിയ? ഡെമോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിപ്പോൾ നിങ്ങളെ ഡെമോ പഠിപ്പിച്ചു. കഴിഞ്ഞ നമ്മൾ സെഷൻസിൽ സ്റ്റാർട്ട് ചെയ്ത് ഈ സെഷൻസിൽ നമുക്ക് കുറച്ച് വാക്കുകൾ ഉണ്ടാകുന്ന ഒരു സാധനമാണ് എന്ത്? ഫോബിയ എന്ന് പറയുന്ന പാറ്റേൺ. ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഫിയർ ആണ് എന്നുള്ള കാര്യം പറഞ്ഞു. ഒരു കാര്യത്തെ ഭയപ്പെടുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഫിയറിനെ നമ്മൾ പഠിക്കുന്ന പേരാണ് ഫോബിയ എന്ന് പറയുന്നത്. അപ്പോൾ ഡെമോ എന്ന് പറഞ്ഞ വേർഡ് നമുക്ക് അവിടെ കിട്ടി, ഫോബിയ എന്ന് പറഞ്ഞ പാറ്റേൺ കിട്ടി, നമ്മൾ ഒരുമിച്ച് ആ പാറ്റേൺ കിട്ടി. അപ്പോൾ ഡെമോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ ഓഫ് പീപ്പിൾ ആണ്, എന്നാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്റ്റേജ് ഫ്രൈറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതായത് ചില ആൾക്കാരുണ്ട് ഒരു പരിപാടിക്കൊക്കെ വിളിക്കുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് വിളിച്ച് ഞാൻ ഒരു പാട്ടൊക്കെ പാടുക, അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് വിളിച്ച് ഞാനേ അയ്യോ എനിക്ക് വയ്യ, നാട്ടുകാരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ദീസ് ടൈപ്പ് ഓഫ് പീപ്പിൾ ആർ കോൾഡ് വാട്ട് ഡെമോഫോബിക് പേഴ്സണാലിറ്റീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെമോഫോബിക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഡെമോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ ഓഫ് പീപ്പിൾ, സ്റ്റേജ് ഫ്രൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. സത്യത്തിൽ നമ്മൾ അങ്ങനെ വേർഡ് ഞാൻ ഇന്നത്തെ ഡിസ്കസ് ചെയ്തു ഇല്ല, പക്ഷേ നമ്മൾ ഫോബിയ എന്ന് പറയുന്ന ഒരു റൂട്ട് വേർഡ് പഠിച്ചു. ഫോബിയ മീൻസ് ഫിയർ. ഹീമോഗ്ലോബിൻ വെച്ച് നമ്മളിവിടെ കണക്ട് ചെയ്തു. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഹീമോ മീൻസ് ബ്ലഡ്, ദാറ്റ് വി കണക്റ്റഡ് ദാറ്റ് പാറ്റേൺ, ദാറ്റ് ഫിയർ ഇറ്റ് ഈസ് എന്ത് ഹീമോഫോബിയ എന്ന് പറയുന്ന പാറ്റേൺ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ക്രസി എന്ന് പറഞ്ഞൊരു സാധനം പഠിച്ചു. അപ്പോൾ ഡെമോക്രസി എന്ന്, ഡെമോ മീൻസ് പീപ്പിളുമായി ബന്ധപ്പെട്ട പാറ്റേൺ ആണ് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഡെമോഫോബിയ ഞാൻ കണക്ട് ചെയ്തു, ഡെമോഫോബിയ മീൻസ് ഫിയർ ഓഫ് പീപ്പിൾ എന്നുള്ളത്. ഇങ്ങനെയാണ് കണക്റ്റിംഗ് മെത്തേഡ്, റൂട്ടിംഗ് മെത്തേഡ് എന്നുള്ളത്. അതായത് ഈ റൂട്ട് വേർഡുകൾ നമ്മൾ പഠിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതേ ചോദ്യം വരിക എന്നുള്ളതല്ല, ഈ റൂട്ട് വേർഡുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം വന്നാലും, ഇപ്പം മീസോ നമ്മൾ കഴിഞ്ഞ തവണ മീസോ ഹെയ്റ്റുമായി ബന്ധപ്പെട്ടാണെന്ന്, ഗൈൻ സ്ത്രീകളുമായി ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞു. സോ IST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോവേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ, പീപ്പിളിനെ നമ്മൾ വിളിക്കുന്നതാണ് IST. സോ മീസോ ഗൈനിസ്റ്റ് എന്ന് പറഞ്ഞ പാറ്റേൺ നമ്മൾ പഠിച്ചു. സോ ദിസ് ഈസ് ദ പാറ്റേൺ. സോ ഏത് ചോദ്യം വരികയാണെന്ന് ചോദിക്കുക, തന്നിരിക്കുന്ന എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും എളുപ്പത്തിൽ നമുക്ക് ആൻസേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് ആൻസേഴ്സിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് അവിടുത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പോകുന്നത്. സോ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്, ഗവൺമെൻറ് ബൈ ദ റിച്ച് എന്ന് പറയുന്ന പാറ്റേണിലേക്ക് പോവാണ്. അടുത്ത നമ്മൾ പോവാണ് ഗവൺമെൻറ് ബൈ റിച്ച് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് പോവാണ്. റിച്ച് ആയ ആൾക്കാരുടെ ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഗവൺമെൻറ് എന്ന് പറയുന്ന ക്രസിയാണ് എന്നത്. ക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്, റൂളുമായി ബന്ധപ്പെട്ട ഒന്നാണ്. പ്ലൂട്ടോക്രസി എന്ന് പറയുന്ന വേർഡാണ് അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്ലൂട്ടോക്രസി എന്ന് പറയുന്ന വേർഡ്. അപ്പോൾ പ്ലൂട്ടോ എന്ന് പറയുന്ന വേർഡിൻ്റെ പ്രത്യേകത, പ്ലൂട്ടോ മീൻസ് വാട്ട് റിച്ച്, റിച്ചായ ആൾക്കാരാണ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി, എങ്ങനെ ഓർക്കും? നമുക്കറിയാം, അതായത് പ്ലൂട്ടോ നമുക്ക് 9 സൗരയുദ്ധങ്ങൾ, സൗരയുദ്ധത്തിൽ 9 പ്ലാനറ്റ്സ് നമ്മളുണ്ടായിരുന്നു, നവഗ്രഹങ്ങൾ എന്നൊക്കെ പറയായിരുന്നു. ഇന്ന് അറ്റ് പ്രസന്റ് വാട്ട് വി ഹാവ് ഓൺലി 8 പ്ലാനറ്റ്സ് ആൻഡ് പ്ലൂട്ടോ ഈസ് എലിമിനേറ്റഡ് ഫ്രം ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിലെ പ്ലാനറ്റ്സ് എന്ന് പറയുന്ന ലിസ്റ്റിൽ നിന്ന് പ്ലൂട്ടോയെ എലിമിനേറ്റ് ചെയ്തു ആണല്ലോ. പ്ലൂട്ടോയെ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇങ്ങനെ ആലോചിച്ചാൽ മതി, പ്ലൂട്ടോയ്ക്ക് കുറച്ച് പുത്തനും പണമൊക്കെ, പുത്തൻ എന്ന് പറയുന്നത് പൈസയുമായി ബന്ധപ്പെട്ടാണ്. ഇങ്ങനത്തെ പ്ലൂട്ടോയ്ക്ക് കുറച്ച് പുത്തനും പണമൊക്കെ ആയി. പ്ലൂട്ടോ കുറച്ച് പുത്തനായി എന്ന് പറഞ്ഞാൽ, പുത്തൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറ്റി കുറച്ച് കാശൊക്കെ, അവന് കുറച്ച് പുത്തനൊക്കെ ആയപ്പോൾ പിന്നെ വലിയ ജാടയാണ് എന്ന് പറയും. അപ്പോൾ പ്ലൂട്ടോയ്ക്ക് കുറച്ച് കാശൊക്കെ ആയപ്പോഴാണ് പ്ലൂട്ടോയെ പുറത്താക്കി. തന്നിരിക്കുന്ന എർത്ത് വീനസിൽ നിന്ന് ഒന്നും സെറ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലൂട്ടോയെ പുറത്താക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ. സോ പ്ലൂട്ടോ മീൻസ് കുറച്ച് പുത്തനൊക്കെ ഉള്ള ആളാണ് എന്നുള്ളത് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പാറ്റേൺ കിട്ടും. സോ പ്ലൂട്ടോ മീൻസ് പുത്തനാണ് എന്നുള്ളത്. സോ പ്ലൂട്ടോ മീൻസ് വെൽത്ത്. പ്ലൂട്ടോ എന്ന് പറയുന്നത് വെൽത്താണ് എന്നുള്ള പാറ്റേൺ കിട്ടി. സോ പ്ലൂട്ടോക്രസി മീൻസ് government by the rich. So that they may ask questions like this, that means rich ആയ പീപ്പിൾ കൊണ്ട് നടക്കുന്ന ഗവൺമെന്റിനെ നമ്മൾ എന്ത് വിളിക്കും? ഇപ്പോൾ റിച്ച് നമ്മൾ പഠിച്ചു പ്ലൂട്ടോ ആണ് എന്നുള്ളത്. ആൻഡ് ഗവൺമെന്റ് ദാറ്റ് വി ഓൾറെഡി സ്റ്റഡി ദാറ്റ് ഇറ്റ് ഈസ് ക്രസി. ക്രസി ആണ് ഗവൺമെന്റ് എന്നുള്ള കാര്യം പഠിച്ചു. സോ പ്ലൂട്ടോക്രസി മീൻസ് പീപ്പിൾ ഹൂസ് ദ ഗവർൺഡ് റൂൾ, ദാറ്റ് ഈസ് ദ ഗവൺമെന്റ് ദാറ്റ് ഈസ് ബൈ ദ റിച്ച് പീപ്പിൾ. സോ റിച്ച് പീപ്പിൾ ഗവൺ ചെയ്യുന്ന ഒരു സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പ്ലൂട്ടോക്രസി എന്ന് പറയുന്ന പാറ്റേൺ. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് വേർഡ്. The next word, it is government by officials. ഒഫീഷ്യലായ ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്രസി, ദാറ്റ് വി ഓൾറെഡി സെഡ് ദാറ്റ് ക്രസി മീൻസ് വാട്ട്, ഇറ്റ് ഈസ് റൂൾഡ് ബൈ ദ ഗവൺമെൻറ് എന്നൊക്കെ പറയുന്ന പാറ്റേൺ ആണെന്ന്. ബ്യൂറോ, എന്താണ് ബ്യൂറോ? സി, നമ്മൾ ബ്യൂറോ മീൻസ് ഒഫീഷ്യൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്യൂറോ. ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുന്നത് സിവിൽ സർവീസ് എക്സാമിനേഷൻ ഒക്കെ എഴുതുന്ന IAS ഒക്കെ എഴുതാൻ നോക്കുന്ന ബ്യൂറോക്രാറ്റ്സ് ആണ് ഞങ്ങൾ ആ ഒരു പാറ്റേൺസ് വരും എന്നുള്ളത്. അല്ലെങ്കിൽ മമ്മൂട്ടി സാധാരണ സിനിമയിൽ ബ്യൂറോക്രാറ്റ്സ് ആയിട്ട് വരുന്ന സിനിമകൾ മമ്മൂട്ടി സാധാരണ എന്തെങ്കിലും സ്പീച്ചൊക്കെ നടത്തുമ്പോൾ പറയുന്നതാണ് ദിസ് ഈസ് എ പ്രിവിലേജ് ഓഫ് എ ബ്യൂറോക്രാറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങനെ ബ്യൂറോ എന്ന് പറഞ്ഞാൽ മറ്റേ പെട്ടിക്ക് ബ്യൂറോ എന്ന് പറയും. അപ്പം ഈ എന്താ പറയുക, നമ്മളുടെ ഈ ഗവൺമെൻറ് ജീവനക്കാർ ഫയലൊക്കെ പെട്ടിയിലാക്കി വെച്ചിട്ടാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ബ്യൂറോ മീൻസ് യു കൻ ഈസിലി കണക്ട് ദാറ്റ് ഇറ്റ് ഈസ് വാട്ട് ഗവൺമെൻറ് ഒഫീഷ്യൽസ്. സോ എ ഗവൺമെൻറ് ബൈ ദ ഓഫീഷ്യൽസ്, അതായത് ഈ പറയുന്ന ഓഫീസസ് നടത്തുന്ന ഒരു ഗവൺമെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ബ്യൂറോക്രസി എന്ന് പറയുന്നത്. അപ്പം ഗവൺമെൻറ് ബൈ ഒഫീഷ്യൽസ് ഈസ് കോൾഡ് ബ്യൂറോക്രസി. ബ്യൂറോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽസ് നടത്തുന്ന ഒരു ഗവൺമെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ്, ഗവൺമെൻറ് ബൈ 1 person. ഒരാൾ മാത്രം ഉള്ള ഗവൺമെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്
ഓട്ടോക്രസി എന്ന് പറയുന്നത്. ഭയങ്കര ഓട്ടോക്രാറ്റിക് ആണ് എന്നൊക്കെ നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്. സ്വേച്ഛാധിപതികളെ ആണ് നമ്മൾ ഓട്ടോക്രാറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് കിം ജോങ് യു മേ ബി ഫാമിലിയർ വിത്ത് കിം ജോങ്. കൊറിയയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ലോകത്തിലെ ഓട്ടോക്രാറ്റുകൾ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി കയറി വരുന്നത് കൊറിയയിലെ ഭരണാധികാരിയായ കിം ജോങ് ആണ്. കിം ജോങ്ങിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അതായത് കിം ജോങ്ങിൻ്റെ അച്ഛൻ്റെ അനിയനെ, കൊച്ചച്ഛനെ കിം ജോങ് ഭരണത്തിലേക്ക് വന്നപ്പോൾ തന്നെ കടുവകൾക്ക് ഇട്ടുകൊടുത്തിട്ടാണ് കിം ജോങ് ഭരണത്തിലേക്ക് വരുന്നത്. അത്രയ്ക്ക് ഓട്ടോക്രാറ്റിക് ആണ്. തൻ്റെ ശബ്ദത്തിന് എതിരായ ആരെങ്കിലും വരികയാണെങ്കിൽ, അല്ലെങ്കിൽ തനിക്ക് എതിരായി ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ അപ്പോൾ തന്നെ ഉന്മൂലനം ചെയ്യുക, അവരെ അപ്പോൾ തന്നെ കൊല്ലുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വരുന്ന ആൾക്കാരെയാണ് നമ്മൾ ഓട്ടോക്രാറ്റിക് എന്ന് വിളിക്കുന്നത്. സോ കൊറിയ ഒരു ഓട്ടോക്രാറ്റിക് രാജ്യമാണ് എന്നുള്ള കാര്യം വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഗവൺമെന്റ് ബൈ 1% ഈസ് കോൾഡ് ഓട്ടോക്രസി. ഗവൺമെന്റ് ബൈ 1%. ആ ഓട്ടോ മീൻസ് വാട്ട്? സെൽഫ്. ഓട്ടോ മീൻസ് സെൽഫാണ് എന്നുള്ള കാര്യം. ക്രസി മീൻസ് വാട്ട്? റൂൾ. ദാറ്റ് വി ഓൾറെഡി ഡിസ്കസ്. ഹൗ ഡു വി സ്റ്റഡി ദിസ്? നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും? ദാറ്റ് മീൻസ് ദിസ് ഓട്ടോക്രസി മീൻസ് ഗവൺമെന്റ് ബൈ 1%. ഒരാളുടെ ഗവൺമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓട്ടോക്രസി എന്നുള്ള കാര്യം നമ്മൾ എങ്ങനെ ഓർത്തിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ വിഷയം. അതെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും? ഓട്ടോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പാറ്റേണെ ആണ് നമ്മൾ ഈ ഓട്ടോക്രസി എന്ന് വിളിക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ ഓർത്താൽ മതി. പണ്ടൊക്കെ നമ്മളുടെ ഓട്ടോയിൽ ഫ്രണ്ടിൽ ആൾക്കാരെ ഇരുത്തുമായിരുന്നു. ഇപ്പോൾ ട്രാഫിക് പോലീസ് കണ്ട വലിയ വിഷയം. ഇപ്പോൾ ഓട്ടോക്കാരൻ പറയുന്നത് എൻ്റെ സ്ഥലം വേറെ ആരെയും ഞാൻ കേട്ടത്തില്ല എന്നുള്ളത്. അതായത് ബാക്കിയുള്ള വാഹനങ്ങൾ, ഇപ്പോൾ നമ്മൾ കാറാണെങ്കിൽ കാറിൽ നമ്മൾ ഡ്രൈവറിൻ്റെ കൂടെ ഫ്രണ്ടിൽ നമ്മൾ കയറിയിരിക്കാറുണ്ട്. നമ്മൾ ബസ്സിലാണെങ്കിൽ പോലും നമ്മൾ പുള്ളി ബസ് ഓടിക്കുന്ന സമയത്ത് സൈഡിൽ മറ്റേ ഈ അമ്മയും കൊച്ചുങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങൾ സൈഡിലാണ്. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ നമ്മൾ കയറിയിരിക്കാറുണ്ട്. അപ്പോൾ ആകെ ഓട്ടോയിൽ മാത്രമാണ് അയാൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഓട്ടോയാണ്. ഓട്ടോ മീൻസ് എന്ത്? നമുക്ക് എളുപ്പത്തിൽ കാണാൻ ചെയ്യാം. ഓട്ടോ ഒറ്റയ്ക്ക് ഇരുന്ന് ഓടിക്കുന്ന സ്ഥലമാണ് എന്ത്? ഓട്ടോ എന്ന് പറഞ്ഞാൽ. ഓട്ടോ മീൻസ് എന്താ? ഒറ്റയാണ്, സെൽഫാണ് എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഓട്ടോക്രാസി മീൻസ് വാട്ട്? ഗവൺമെന്റ് ബൈ 1%. സോ ഒരു പേഴ്സൺസ് ഭരിക്കുന്ന സ്ഥലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓട്ടോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോ മീൻസ് സെൽഫ്, ക്രസി മീൻസ് വാട്ട് റൂൾ. സോ ഓട്ടോക്രസി മീൻസ് സെൽഫ് റൂൾ എന്ന് പറയുന്ന പാറ്റേൺ ആണ്. സോ വി ആർ ഗോയിങ് ടു വേർ ഇറ്റ് ഈസ് ഗവൺമെന്റ് ബൈ ദ മോബ്. സോ ഗവൺമെന്റ് ബൈ മോബ് സൈക്കോളജി. നമ്മൾ മോബ് സൈക്കോളജിയുടെ പ്രത്യേകത എന്താ? ആൾക്കൂട്ടം ഭയങ്കര പലവിധം ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. ഇപ്പം നമ്മൾ പല കാര്യങ്ങൾ, ഇപ്പം സ്കോളേജിലൊക്കെ പഠിക്കുമ്പം ബസ്സുകൾക്ക് കല്ലെറിയുക, നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ബസ്സിൽ പോയി കല്ലെറിയൂ? ഇല്ല. കാരണം എന്താ? അപ്പം നമുക്ക് പേടിയായിരിക്കും. കൂട്ടത്തിൽ നമുക്ക് ഭയങ്കര ധൈര്യമാണ് ആണല്ലോ കൂട്ടങ്ങളോട്. ഇപ്പം കൂട്ടം നടത്തുന്ന ഭരണത്തെ നമ്മൾ, അല്ലെങ്കിൽ മോബ് ജനക്കൂട്ടം നടത്തുന്ന ഭരണം, അത് ജനാധിപത്യം അല്ല കേട്ടോ. ജനാധിപത്യവും ജനക്കൂട്ടവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഡെമോക്രസിയാണ് ജനാധിപത്യം. മോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കൂട്ടം എന്ന് പറഞ്ഞ പാറ്റാണ്. ഭയങ്കര അനാർക്കി ആയിരിക്കും സാധാരണഗതിയിൽ അവിടെ നടക്കുന്നത്. ഇപ്പം നമ്മൾ ബംഗ്ലാദേശിലൊക്കെ കലാപങ്ങൾ കണ്ടായിരുന്നു. അനാർക്കി മീൻസ് വോട്ട്? അതായത് അവിടെ നിയമമില്ലാത്ത ഒരു സ്ഥലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അനാർക്കി എന്ന് പറയുന്നത്. അരാജകത്വം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു പാറ്റേൺ. അപ്പം ഗവൺമെന്റ് ബൈ ദ മോബ് എന്ന് പറഞ്ഞാൽ ഒക്ലോക്രക്കി എന്നുള്ളതാണ്. ഒക്ലോക്രസി എന്ന് പറയുന്നതാണ് എന്ത്? ഒക്ലോക്രസി എങ്ങനെ ഓർക്കാൻ പറ്റും? ഒക്ലോസി അതായത് നമുക്ക് അവിടെ പാറ്റേണിൽ പല രീതിയിൽ അത് കണക്ട് ചെയ്യാൻ പറ്റും. മോബിൻ്റെ ആദ്യത്തെ ഓ ഇല്ലേ, ഈ ഓ വെച്ച് നമുക്ക് ഓ കിട്ടും. ഒക്കളോ എന്ന് പറയുന്നത് ഒക്കളോ ഓ മോബിൻ്റെ പാറ്റേണിൽ നിന്ന് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് എളുപ്പത്തിൽ കിട്ടുന്ന 2 ഓയിൽ അവസാനിക്കുന്ന പാറ്റേൺ ആണ്. ഇനി വേറെ ഇങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. നമ്മൾ സാധാരണ ഗതിയിൽ ആള് കൂടിയ പാമ്പ് ചാവില്ല എന്ന് പറയും. പഴമക്കാർ പറയുന്ന ഒന്നാണ് ആള് കൂടിയാൽ പാമ്പ് ചാവില്ല എന്ന് പറയുന്നത്. അതായത് ഒരു തീരുമാനം, ഇപ്പോൾ ഒരു സാധാരണഗതിയിൽ ഓട്ടോ നമുക്ക് കിം ജോങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും കുറച്ച് ഓട്ടോക്രാറ്റിക് ഷെയ്ഡ്സ് കാണിക്കുന്ന, അല്ലെങ്കിൽ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള പാറ്റേൺ കാണിക്കുന്ന ഭരണാധികാരികൾ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി അച്ചടക്കമായിരിക്കും അവരുടെ രാജ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ലോകം എന്ന് പറയുന്നത് കുറച്ചുകൂടി അച്ചടക്കം പാലിക്കുന്ന ഒന്നായിരിക്കും. കാരണം എന്താണ്? അവർ ഒരാളെ ഉള്ളത് കൊണ്ട്, ഓട്ടോ ആയതുകൊണ്ട് അവർ ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് അവർ കറക്റ്റ് പ്രൊഫഷണലായിരിക്കും പോകുന്നത്. എന്നാൽ ഗവൺമെന്റ് ബൈ മോബ് ആകുമ്പോൾ എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു, ആള് കൂടിയാൽ പാമ്പ് ചാവില്ല. ഒരാൾ പറയും പാമ്പിൻ്റെ തലക്കടിക്കുക, ഒരാൾ പറയും വാലിനടിക്കുക, ഒരാൾ പറയും കൊല്ലണ്ട, അയ്യോ പാമ്പിനെ കൊല്ലാൻ പാടില്ല എന്നൊക്കെ പറയും. കാരണം എന്താ? പല അഭിപ്രായം വരും ആണല്ലോ. അവസാനം വട്ടപൂജ്യത്തിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ് അതിനകത്ത് പ്രത്യേകത. ഇപ്പോൾ ഒക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോബാണ്. ഇത് ഓർത്തിരിക്കാൻ എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടപൂജ്യത്തിലേക്ക് എത്തും. സോ മോബ് കൂടി. അപ്പം നിങ്ങൾ എക്സാം എഴുതുമ്പോൾ, അല്ലെങ്കിൽ എക്സാമിൽ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഓർമ്മ വരേണ്ടത് എന്നാണ്. ഇപ്പോൾ എക്സാമിനേഷന് ഒരു ചോദ്യം വരണം, വാട്ട് യു മീൻ ബൈ ഒക്ലോക്രസി? സോ യു ക്യാൻ ഈസിലി കണക്ട് ദാറ്റ് ക്രസി, ദാറ്റ് മീൻസ് ഗവൺമെന്റ് എന്നുള്ള കാര്യം നമുക്ക് കിട്ടും. അപ്പം നമുക്ക് എങ്ങനെ കിട്ടും? ഓ മീൻസ് ദാറ്റ് വി ഓൾറെഡി സെഡ് ദാറ്റ് ആളുകൾ കൂടിക്കഴിഞ്ഞാൽ, വട്ടം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. സോ അല്ലെങ്കിൽ ആളുകൾ വട്ടം കൂടിയല്ലേ നിൽക്കുന്നത്, ഇങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ഓർക്കാൻ പറ്റും. കണ്ടോ പാറ്റേൺ? അതായത് വട്ടം കൂടിയാണ് എപ്പോഴും ആളുകൾ എപ്പോഴും, ഇവിടെ ഒരു സിറ്റുവേഷൻ നടക്കുകയാണ്, ആളുകൾ എപ്പോഴും വട്ടം കൂടിയാണ് നിൽക്കുന്നത്. അങ്ങനെയല്ലേ നമ്മൾ സാധാരണ. സോ വട്ടം കൂടി നിൽക്കുക. സോ ഒക്ലോക്രസി, you can easily connect that pattern. Ochlocracy means
എന്ത് മോബുമായി ബന്ധപ്പെട്ട പാറ്റേൺ ആണ് എന്നുള്ള ഡീലിൽ നമുക്ക് കിട്ടും. ഡീലാണ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് തീയുമായി ബന്ധപ്പെട്ട പാറ്റേൺ. തീയോ എന്ന് പറയുന്ന പാറ്റേൺ. വാട്ട് യു മീൻ ബൈ തീ? തീ മീൻസ് ദൈവവുമായി ബന്ധപ്പെട്ട പാറ്റേണെയാണ് നമ്മൾ തീ എന്ന് വിളിക്കുന്നത്. ഓർത്തിരിക്കാനുള്ള എളുപ്പ വഴി എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവത്തെ നിങ്ങൾ ഓർക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ദൈവം ആരെങ്കിലും ആയിക്കോട്ടെ, മഹാവിഷ്ണു ആണെങ്കിൽ മഹാവിഷ്ണു, യേശു ക്രിസ്തു ആണെങ്കിൽ യേശു ക്രിസ്തു, മുഹമ്മദ് നബി ആണെങ്കിൽ മുഹമ്മദ് നബി, നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ആ ദൈവത്തെ ഓർക്കുക. നിങ്ങളുടെ ദൈവം നടന്നു വരുമ്പം, തളപതി വിജയ് നടന്നു വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ തീ കത്തിച്ചിട്ട് നടന്നു വരുന്ന പോലെ ഓർക്കുക. സോ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ദൈവം വരുമ്പം ബാക്ക്ഗ്രൗണ്ടിൽ തീ കത്തിച്ചിട്ട് നമ്മുടെ ദൈവം വരുന്നത് പോലെ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മറന്നുപോയില്ല. അപ്പോൾ തീ മീൻസ് വാട്ട്? ഗോഡ്. ദൈവവുമായി ബന്ധപ്പെട്ട കാര്യത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ്. തീ എന്ന് പറയുന്നത് ഗോഡാണ് എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. സോ തീ മീൻസ് വാട്ട്? ഗോഡുമായി ബന്ധപ്പെട്ട പാറ്റേൺ ആണ് എന്ത്? തീ എന്ന് പറയുന്നത്. അപ്പോൾ തീ മീൻസ് ദൈവമാണ്. ദൈവവുമായി ബന്ധപ്പെട്ട ഒന്നിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തീ എന്ന് പറയുന്നത്. സോ വൺ ഹൂ ബിലീവ്സ് ഇൻ ഗോഡ്, ദാറ്റ് ഐ ഓൾറെഡി സെഡ് ദാറ്റ് IST നമ്മൾ പഠിച്ച ഒരു ഷോർട്ട് കട്ടാണ്. അതായത് IST എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോളോവേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. ഒരു മനുഷ്യരെ, പേഴ്സൺസിനെ ഒക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് IST എന്ന് പറയുന്നത്. IST മീൻസ് ഫോളോവേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. അതായത് തീ എന്ന് പറഞ്ഞാൽ ദൈവമാണ് എന്ന് നമ്മൾ പറഞ്ഞു. സോ ദൈവത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? IST എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദൈവത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് തീസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. IST ഓർത്തിരിക്കാം. മാവോ ഈസ്റ്റ്, നമുക്ക് അറിയാവുന്ന ഒരു വേർഡാണ് കണ്ടത്. മാവോയിസ്റ്റ് എന്ന് പറയുന്ന പാറ്റേൺ. മാവോയിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് മാവോയിസ്റ്റ്? ചൈനയുടെ നേതാവായ മാവോ സേ തുങ്ങിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാവോയിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേര് തീസ്റ്റ് എന്നാണ്. അപ്പൊ തിയോ മീൻസ് വാട്ട്? തിയോ മീൻസ് ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പാറ്റേൺ ആണ്. അപ്പൊ ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പാറ്റേണെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? തീ. ഞാൻ ഈ ഒരൊറ്റ വേർഡിൽ നിന്ന് നിങ്ങൾക്ക് അടുത്ത കണക്ഷൻസിലേക്ക്, നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്ന കണക്ഷനിലേക്ക് കൊണ്ടുപോവാണ്. അതായത് നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, ദൈവവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും എന്ന് പറയാണ്. ദൈവവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നതിനെ എന്ത് വിളിക്കും എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഗോഡ് ഓർ സ്റ്റഡി ഓഫ് റിലീജിയൻ എന്നൊക്കെ പറയുന്ന പാറ്റേണെ എന്ത് പഠിക്കും എന്നുള്ളതാണ്. സോറി, എന്ത് വിളിക്കും എന്നുള്ളതാണ്. സി, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എന്ത്? ലജി എന്ന് പറഞ്ഞ സാധനം ഞാൻ റൂട്ട് വേർഡ് പഠിപ്പിച്ചു ആണല്ലോ, ലജി. അതിനുവേണ്ടിയാണ് ഇത് ലജി പഠിപ്പിച്ചത്. എന്താണ് ലജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ലജി മീൻസ് വാട്ട്? ലജി മീൻസ് വാട്ട്? ലജി മീൻസ് സ്റ്റഡി ഓഫ് സംതിങ്. ഒരു കാര്യത്തിൻ്റെ സ്റ്റഡിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലജി എന്ന് പറഞ്ഞാൽ. നമ്മൾ സുവോളജി എന്ന് പറഞ്ഞ പാറ്റേൺ പഠിച്ചു. നിങ്ങൾ ആനിമൽസ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് സുവോളജി മീൻസ് വാട്ട്? സുവോളജി മീൻസ് ആനിമൽസുമായി ബന്ധപ്പെട്ടാണ് സുവോളജി എന്ന് പറയുന്നത് എന്നുള്ളത്. അപ്പം ലജി സ്റ്റഡിയാണ്. അപ്പം ദൈവവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ തീ എന്ന് പറയുന്നത്. ദൈവമാണ് തീ എന്ന് പറയുന്നത്. അപ്പം തിയോളജി മീൻസ് വാട്ട്? തിയോളജി മീൻസ് ദൈവവുമായി ബന്ധപ്പെട്ടാണ്. തീ എന്ന് പറഞ്ഞാൽ ദൈവമാണ്, ലജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡിയാണ്. അപ്പോൾ ദൈവത്തെ പഠിക്കുന്ന പാറ്റേൺ ആണ് തിയോളജി. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യൻ പ്രീസ്റ്റുകളെല്ലാം അവർ പ്രീസ്റ്റ് ആകുന്നതിന് മുമ്പ് അവരുടെ ഡിഗ്രി എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ അവർക്ക് തിയോളജിയിലാണ് അവരുടെ ഡിഗ്രി എല്ലാം പഠിക്കുന്നത്. കാരണം അവർ പഠിക്കുന്നത് ദൈവശാസ്ത്രമാണ്, തിയോളജിയാണ് അവർ പഠിക്കുന്നത്. തിയോളജി മീൻസ് വാട്ട്? ദൈവവുമായി ബന്ധപ്പെട്ട പാറ്റേൺ ആണ്. ഞാൻ വേറൊരു പാറ്റേണിലേക്ക് കൊണ്ടുപോകാം. അതായത് യു മേ ബി ഫെമിലിയർ വിത്ത് വാട്ട്? ആയത്തുള്ള ഖുമൈനി. ആയത്തുള്ള ഖുമൈനി എന്ന് പറയുന്നത് ഇറാന്റെ പരമോന്നത നേതാവാണ് ആയത്തുള്ള ഖുമൈനി എന്ന് പറയുന്നത് ആണല്ലോ. വെരി ഫെമിലിയർ പേഴ്സണാലിറ്റി ആയത്തുള്ള ഖുമൈനി. ഇറാന് എന്ത് തരം ഭരണമാണ് ഇറാൻ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇറാൻ എന്ത് തരം ഭരണം ഫോളോ ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണമാണ് അല്ലെങ്കിൽ ഗവൺമെന്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചു. ഓക്കെ. ഇറാന്റെ ആയത്തുള്ള ഖമേനി എന്ന് പറയുന്നത് ഇറാനിന്റെ ആത്മീയ നേതാവാണ്. ഇറാന്റെ ആത്മീയ നേതാവാണ് ആയത്തുള്ള ഖമേനി ആണല്ലോ. അതായത് ദൈവികമായ ഒന്നിനെയാണ് നമ്മൾ ആത്മീയത എന്ന് പറയുന്ന പാറ്റേണിൽ കൊണ്ടുപോകുന്ന പാറ്റേൺ ഒന്ന് ആണല്ലോ. അപ്പം ഇറാൻ ഫോളോ ചെയ്യുന്നത് ഒരു തിയോക്രാറ്റിക് രാജ്യമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പൂർണ്ണമായും തിയോക്രാറ്റിക് രാജ്യമല്ല ഈ പറയുന്ന ഇറാൻ എന്ന് പറഞ്ഞാൽ. തിയോക്രസി അവിടെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് തിയോക്രസി എന്താണെന്നാണ് എൻ്റെ ചോദ്യം. സോ യു വാണ്ട് ടു സീ ദാറ്റ് വാട്ട് യു മീൻ ബൈ തിയോക്രസി? നിങ്ങൾക്ക് എളുപ്പത്തേക്ക് കിട്ടും. ക്രസി ഞാൻ ഓൾറെഡി പഠിപ്പിച്ച റൂട്ട് വേർഡാണ്. എന്ത്? ക്രസി മീൻസ് വാട്ട്? സിസ്റ്റം ഓർ ഗവൺമെന്റ് റൂൾ എന്ന് പറയുന്ന പാറ്റേൺ. തീ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവം തീ കത്തിച്ചിട്ട് വരിക എന്ന് പറയുന്ന പാറ്റേൺ നമ്മൾ പറഞ്ഞു. സോ തീ മീൻസ് ദൈവം. സോ ദൈവത്തിന്റെ ഭരണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഈ പറയുന്ന തിയോക്രസി എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ഭരണം ഇൻ സെൻസ് എന്ന് പറയുന്നത് ദൈവത്തിന് നേരിട്ട് ഭരിക്കാനൊന്നും പറ്റില്ലല്ലോ. സോ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരെ വെച്ച് ഭരിക്കുന്ന സ്ഥലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് തിയോക്രസി എന്ന് പറയുന്നത്. അതായത് ഇറാൻ പൂർണ്ണമായും ഒരു തിയോക്രസി അല്ല. കാരണം ഇറാനിൽ
ഭരണത്തിൽ വരുന്നത് ഈ ജനാധിപത്യത്തിലൂടെ എന്ന് പറയുന്ന പാറ്റേണും കൂടി ഉണ്ട്. അതായത് അവിടുത്തെ പ്രസിഡന്റിനെയൊക്കെ തീരുമാനിക്കുന്നത് എന്തിലാണ്? ജനാധിപത്യത്തിലൂടെയാണ് എന്നാണ് പറയുന്നത്. എന്നാൽ അവിടുത്തെ പൂർണ്ണ അധികാരം അല്ലെങ്കിൽ സുപ്രീം പവർ കയ്യിലിരിക്കുന്നത് ആയത്തുള്ള ഖുമൈനിയുടെ കയ്യിലാണ്. അപ്പോൾ ആയത്തുള്ള ഖമൈനി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് എന്ന് അവർ സ്വയം വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആയത്തുള്ള ഖമൈനി എന്ന് പറയുന്നത് ഈ പറയുന്ന ദൈവവുമായി ബന്ധപ്പെട്ട പാറ്റേൺ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തിയോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് അവിടെ പാർഷ്യലി തിയോക്രസിയും കൂടി നടക്കുന്ന സ്ഥലമാണ് എന്നുള്ള കാര്യം നമുക്ക് പറയാം. നമുക്ക് വാത്തിക്കൻ സിറ്റിയെ കുറിച്ച് അറിയാം. വാത്തിക്കൻ സിറ്റി എന്താ? വാത്തിക്കൻ സിറ്റിയുടെ പ്രത്യേകത, ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം എന്നറിയപ്പെടുന്ന ഒരു രാജ്യമാണ് ഈ വാത്തിക്കൻ സിറ്റി എന്ന് പറയുന്നത്. വാത്തിക്കൻ സിറ്റിയുടെ ഭരണാധികാരി എന്ന് പറയുന്നത് സാധാരണ ഇപ്പോൾ ഇന്ത്യയുടെ ഭരണാധികാരി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോഡി ഇന്ത്യയിൽ ജനിച്ചൊരു വ്യക്തിയായിരിക്കും. പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് പാകിസ്ഥാനിൽ ജനിച്ചൊരു വ്യക്തിയായിരിക്കും, ആണല്ലോ. എന്നാൽ വത്തിക്കാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരി എന്ന് പറയുന്നത് വത്തിക്കാനിൽ ജനിക്കണമെന്ന് നിർബന്ധമില്ല. ലോകത്തിലെ ഏത് രാജ്യത്തിൽ ജനിക്കുന്ന ആൾക്കും വത്തിക്കാൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിയാകാൻ പറ്റും. അതായത് പോപ്പാണ് വത്തിക്കാൻ്റെ ഭരണാധികാരി എന്ന് പറയുന്നത്. പോപ്പ് എന്ന് പറയുന്നത് ആഗമന കത്തോലിക്ക സഭയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന നേതാവാണ്. കത്തോലിക്ക സഭയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് പോപ്പ്, മാർപ്പാപ്പ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കത്തോലിക്കരുടെ ഏറ്റവും വലിയ ആത്മീയ നേതാവാണ് ആര്? ഈ പറയുന്ന പോപ്പ്. അപ്പോൾ പോപ്പ് ആണ് അവിടെ നേരിട്ട് ഭരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് അവരുടെ ആത്മീയ നേതാവ്, അദ്ദേഹം തന്നെയാണ് അവരുടെ ഭരണം നടത്തുന്ന വ്യക്തി. അപ്പോൾ അവിടെ ഭരണം നടക്കുന്നത് എന്ന് പറയുന്ന ക്രസി എന്ന് പറയുന്ന പാറ്റേൺ ആണ്. അഗെയിൻ ഇറ്റ് കംസ് തിയോക്രസി. സോ യു കൻ ഈസിലി കണക്ട് ദാറ്റ് വേർഡ് ദാറ്റ് തിയോക്രസി മീൻസ് വാട്ട്? ഇറ്റ് ഈസ് എ സിസ്റ്റം ബൈ ഗോഡ് ഇൻ സെൻസ് ദാറ്റ് ഗോഡിന്റെ പ്രതിപുരുഷന്മാർ ഭരിക്കുന്ന പാറ്റേൺ. അപ്പോൾ തീ എന്ന് പറയുന്ന പാറ്റേണിൽ നിന്നാണ് നമ്മൾ ഈ പാറ്റേൺ പഠിച്ചത്. തീ എന്ന് പറയുന്ന പാറ്റേൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവുമായി ബന്ധപ്പെട്ട പാറ്റേൺ ആണ് എന്ന് പറഞ്ഞു. ആൻഡ് IST that we already connected Maoist, Leninist. So Maoist തുങ്ങിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാവോയിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ലെനിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ലെനിനിസ്റ്റുകൾ എന്ന് പറയുന്ന പാറ്റേൺ വരുന്നത്. ഇനി കാറൽ മാർക്സിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെയാണ് മാർക്സിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളം ഭരിക്കുന്നത് മാർക്സിസ്റ്റുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറൽ മാർക്സിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന പാറ്റേൺ, സോ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, he is a Marxist. What it means? That means he follows the principle of Karl Marx. മാർക്സിന്റെ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാർക്സിസ്റ്റ്. So this is the pattern. You can easily connect pattern like this. So നമ്മൾ ഇന്നത്തെ സെഷനിൽ പ്രധാനമായും നോക്കിയ പാറ്റേൺ എന്ന് പറയുന്നത് അതായത് ഒരൊറ്റ വാക്കിൽ നിന്ന് നമുക്ക് എക്സാമിനേഷൻ ഈ വാക്ക് തന്നെ ചോദിക്കുക എന്നുള്ളതല്ല. എക്സാമിന് ഏത് വാക്ക് ചോദിച്ചാലും ഏത് പാറ്റേണിൽ ചോദ്യം വന്നു കഴിഞ്ഞാലും തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ആൻസേഴ്സ് എഴുതുന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എളുപ്പത്തിൽ മെത്തേഡ് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനകത്ത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഓട്ടോ എന്ന് പറയുന്ന ഒരൊറ്റ പാറ്റേണിൽ നിന്ന് നമ്മൾ പോയ പാറ്റേൺ. ഓട്ടോ നമുക്ക് ഒരാൾ മാത്രമാണ് ഓടിക്കാൻ പോകുന്നത്, നമ്മൾ ഫ്രണ്ടിൽ അയാൾ പിടിച്ചിരുത്തത്തില്ല. സോ നമ്മൾ സിംഗിൾ എന്ന് പറയുന്ന ഒരു പാറ്റേണിലേക്ക് കൊണ്ടുപോയി. ഓട്ടോക്രസി നമ്മൾ കിങ്ജോമുമായി ബന്ധപ്പെട്ട് ക്രസിയിൽ സിസ്റ്റത്തിൽ ഓട്ടോക്രസി എന്ന് പറയുന്ന പാറ്റേൺ പഠിച്ചു. ഇനി ഇവിടെ നമ്മൾ ബ്യൂറോയുമായി ബന്ധപ്പെട്ട് ബ്യൂറോക്രസി എന്ന് പറയുന്ന പാറ്റേൺ പഠിച്ചു. പ്ലൂട്ടോയുമായി ബന്ധപ്പെട്ട് പഠിച്ചു. അപ്പോൾ ക്രസി എന്ന് പറയുന്ന ഡെമോ ആണ്. ഈ ഡെമോ എന്ന് പറയുന്ന നമ്മളുടെ രാജ്യം ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രാജ്യമാണ് എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് നമ്മൾ കഴിഞ്ഞ പാറ്റേണിൽ പഠിച്ച ഫോബിയ പഠിച്ചു, ഡെമോഫോബിയ. അപ്പോൾ ഇഫ് someone ask you a question like that, a person who fears about പീപ്പിളിനെ പേടിയുള്ള അല്ലെങ്കിൽ സ്ട്രേറ്റ് ഫ്രൈറ്റ് ആയ ആൾക്കാരെ എന്ത് പറയുമെന്ന് പറഞ്ഞാൽ യു കൻ ഈസിലി കണക്ട് ദാറ്റ് ഫ്രം ഡെമോഫോബിയ. യു കൻ ഈസിലി കണക്ട് ദാറ്റ് ഇറ്റ് ഇസ് ഡെമോഫോബിയ. ദീസ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് ആർ കാൾഡ് ഡെമോഫോബിക്. ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെമോഫോബിക്. അത് എവിടെ നിന്നാണ് നമ്മൾ പഠിച്ചത്? ഡെമോക്രസി എന്ന് പറയുന്ന ജനാധിപത്യം എന്ന് പറയുന്ന ഒറ്റ ബേസിക് കോൺസെപ്റ്റിൽ നിന്ന് നമ്മൾ പഠിച്ച പാറ്റേൺ ആണ്. അപ്പം വാട്ട് യു വാണ്ട് ടു ഡു ഈസ് whenever you got questions or whenever you do practice questions from one word substitutionസുമായി ബന്ധപ്പെട്ട പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് എളുപ്പത്തിൽ പിക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സോ ഡു പ്രാക്ടീസ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ബൈ.